ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. മഹാസഖ്യത്തിൽ പ്രതിസന്ധി രൂക്ഷമാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി എൻഡിഎ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടന്നു. വിനീത വി ജി ഇപ്പോൾ ബീഹാറിലെ പട്നയിൽ നിന്ന് വിവരങ്ങൾ ചേരുന്നുണ്ട്. വിനീത, ഗുഡ് മോർണിംഗ്. ഈ മഹാസഖ്യത്തിലെ പ്രതിസന്ധി ഒഴിയുന്നില്ലല്ലോ വിനീത? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് മഹാസഖ്യം പോകുന്നത്. ഇന്നാണ് ഈ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചതിൽ അത് പിൻവലിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. പക്ഷേ ഇതിനോടകം തന്നെ 9 മണ്ഡലങ്ങളിൽ RJDയും കോൺഗ്രസും CPIയും സ്ഥാനാർത്ഥികളെ പരസ്പരം നിർത്തിയിട്ടുണ്ട്. സൗഹൃദ മത്സരം എന്നൊക്കെ കോൺഗ്രസ് പറയുന്നുണ്ട് എങ്കിൽ പോലും അത് ഗുണം ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് മറ്റ് സഖ്യകക്ഷികളുടെയൊക്കെ തന്നെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ പല മണ്ഡലങ്ങളിൽ നിന്നും ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചേക്കുമെന്നൊക്കെ ഇന്നലെ ഇടതു പാർട്ടി നേതാക്കളൊക്കെ തന്നെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയായും അത്തരത്തിലേക്കുള്ള ഒരു നീക്കവും കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ എല്ലാ പാർട്ടികളും ഒന്നിച്ച് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഈ 9 മണ്ഡലങ്ങളിൽ ഒരു പരസ്പരം ഇന്ത്യ മുന്നണിയിലെ സഖ്യങ്ങൾ പരസ്പരം മത്സരിക്കുന്നത് കൂടി നമുക്ക് കാണേണ്ടതായിട്ട് വരും. അത് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ 10 മണ്ഡലങ്ങളിൽ ഞങ്ങൾ സൗഹൃദ മത്സരം നടത്തുമെന്നൊക്കെ. പക്ഷെ ആ സൗഹൃദ മത്സരം ഈ ഇങ്ങനെയൊരു നിർണായക ഘട്ടത്തിൽ അത് മഹാസഖ്യത്തിന് ഗുണം ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് ഇടതു നേതാക്കളുടെയും ഒപ്പം RJDയുടെ നേതാക്കളുടെയും ഒക്കെ പൊതുവെയുള്ളൊരു അഭിപ്രായം. ഒപ്പം തന്നെ ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധിയും ഇന്ന് അവസാനിക്കും. അതിൽ ഏറ്റവും നിർണായകം എന്ന് പറയേണ്ടത് ഇതിനോടകം തന്നെ 53 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. RJD ഇതിനോടകം 60ഓളം മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം RJD നടത്തിയിട്ടില്ല. അത് ഈ സീറ്റ് വിഭജനം സംബന്ധിച്ചും ഇന്ത്യ സഖ്യം അത്തരത്തിലേക്കൊരു ഔദ്യോഗിക പ്രഖ്യാപനങ്ങളിലേക്ക് ഒന്നും തന്നെ കടന്നിട്ടില്ല. ഏതാണെങ്കിലും ഇന്ന് ബീഹാറിലെ ചിത്രം അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നത് നമുക്ക് വളരെയധികം തന്നെ വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കും. മഹാസഖ്യം പരസ്പരം മത്സരിക്കുകയാണോ അതോ സഖ്യത്തിനുള്ളിലെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമോ എന്നൊക്കെ നമുക്ക് ഇന്ന് അറിയാൻ കഴിയും. NDA സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ ഒരു പടി മുന്നേ തന്നെയാണ്. പ്രചരണം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനും ഒപ്പം തന്നെ ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാനും ഒക്കെ കഴിഞ്ഞത് NDAക്ക് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നുള്ള വലിയ പ്രതീക്ഷ തന്നെയാണ് NDA ക്യാമ്പുകൾക്കുമുള്ളത്. ഏതാണെങ്കിലും ഈ മാസം 24-ന് പ്രധാനമന്ത്രി ബീഹാറിലേക്ക് എത്തിച്ചേരും. 10ഓളം റാലികളിലും അദ്ദേഹം പങ്കെടുക്കും. ഉന്മേഷ്. ശരി, വിനീത വിജിയാണ് ബീഹാറിലെ പട്നയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.